ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. ഏകദേശം 3 മാസക്കാലമായി നമ്മൾ ഒരുമിച്ച് NMOS എക്സാമിനെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അതിൻ്റെ അവസാനമാണ്. അറിയാം, തിങ്കളാഴ്ച നിങ്ങൾ എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് റൂളുകൾ നിങ്ങൾ NMOS എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെയാണോ സെൻറ്റർ കിട്ടിയതെന്നുള്ള കൃത്യമായിട്ട് ഇന്ന് രാത്രി തന്നെ നോക്കുക. എത്ര ദൂരമുണ്ട് അങ്ങോട്ട് സഞ്ചരിക്കാൻ, എപ്പോഴാണ് അവിടെ എത്താനുള്ള കൃത്യമായ ഒരു സമയം നിങ്ങൾ കാണാം. കാരണം എക്സാം നിങ്ങൾ അരമണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ എവിടെ എത്തണം, നിങ്ങൾ ഹാളിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങാം. സ്കൂളിലെത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ സീറ്റുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അതിനുശേഷം നിങ്ങൾക്കറിയാം 2 പേപ്പറായിരിക്കും എക്സാമിന് ഉണ്ടാവുക. രാവിലെ മാറ്റ് എക്സാമും ഉച്ചയ്ക്ക് ശേഷം സാറ്റ് എക്സാമുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുപാട് വർഷമായിട്ട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, സാറ് മാറ്റിന് സമയമില്ലായിരുന്നു, സാറ്റിന് വീണ്ടും സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം മാറ്റിന് സമയമില്ലാത്തതിന് കുഴപ്പം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ സമയം നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാറ്റ് എക്സാമിന് നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ, മാറ്റ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷയില്ലെങ്കിൽ, സാറ്റും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. സോ അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ റൂൾ നമ്പർ 1, മാറ്റിൻ്റെ സമയം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ഓൺ ചെയ്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ടൈം എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടെത്തണം. കൃത്യമാണല്ലോ മക്കളെ, മാറ്റ് അടിപൊളിയാക്കി മാറ്റുക. മാറ്റ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ സാറ്റ് അടിപൊളിയാക്കി എഴുതാൻ സാധിക്കുമെന്നുള്ളത്. അടുത്ത റൂൾ നമ്പർ 2 ആണ് മക്കളെ. 180 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക. 90 മാർക്ക് മാറ്റിനും 90 മാർക്ക് സാറ്റിനും ആയിരിക്കും. ആ 180 മാർക്കിനും നിങ്ങൾ കറുപ്പിച്ചിട്ടേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. ആൻസർ എഴുതിയിരിക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ എന്ത് ചെയ്യുക, കറക്കി കുത്താൻ ശ്രമിക്കാം. കാരണം നെഗറ്റീവ് മാർക്കില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 135 കട്ട് ഓഫ് വന്നപ്പം 133 വന്നൊരു കുട്ടിയുണ്ട്. അവിടെ സങ്കടം പറയാറുണ്ട്, സാർ ഞാൻ 6 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല എന്ന്. ആ കുട്ടി ആൻസർ ചെയ്തതിന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ 180 മാർക്കിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. രണ്ടാമത്തെ റൂൾ നമ്പർ 2 ആണ് മക്കളെ. മലയാളം വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു പേപ്പറിൽ തന്നെ മലയാളം ഒരു ഭാഗത്തും ഇംഗ്ലീഷ് ഒരു ഭാഗത്തുണ്ടാവും. 2 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് വായിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, ആൻസർ കിട്ടും. റൂൾ നമ്പർ 1 പറഞ്ഞു, റൂൾ നമ്പർ 2 പറഞ്ഞു, റൂൾ നമ്പർ 3 പറഞ്ഞു. ഇനി റൂൾ നമ്പർ 4 ആണ്, എൻ്റെ മക്കൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്ഷൻ എ നിങ്ങൾ വിശ്വസിക്കരുത്. എപ്പോഴും ഞാൻ പറഞ്ഞതാണ്. കാരണം ഓപ്ഷൻ എ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ ആദ്യം ഓപ്ഷൻ എയിലേക്കാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കില്ല കൃത്യമായിട്ട് ആൻസർ വരിക. ആൻസർ ശരിയായിരിക്കാം, എന്നാൽ പോലും ഓപ്ഷൻ എ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക, കൃത്യമായിട്ട് അടിപൊളിയാക്കി മാറ്റുക. ഓക്കെ, ഇനി അവസാനമായിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന സാധനമാണ്, സാറേ കറക്കി കുത്താൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്. കൃത്യമായിട്ട് മാത്സിനൊക്കെ നോക്കുന്ന സംബന്ധിച്ച് മാത്സിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അഥവാ അവിടെ നിന്ന് ഓപ്ഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സോഷ്യലൊക്കെ ഉണ്ട്. അതെല്ലാം ഇന്ന് അവസാനത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇന്ന് നമ്മൾ കൃത്യം 7 മണിക്ക് 180 മാർക്കിൻ്റെ മക്കളെ, 180 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസാണ് നടത്താൻ വേണ്ടി പോകുന്നത്. മാറ്റ് ഉണ്ട്, സാറ്റിലെ ഹിസ്റ്ററി ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം ഇന്ന് ഒരൊറ്റ ലൈവിലുണ്ട്. മക്കൾ, ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് വെറുതെ ഇരുന്ന് സമയം പോക്കുന്നേക്കാൾ നല്ലത് ഈ 180 മാർക്കിൻ്റെ കിടിലമായിട്ട് പഠിക്കാനുള്ളതാണ്. സോ കൃത്യം 7 മണിയാകുമ്പം എൻ്റെ മക്കളെല്ലാവരും ഇന്ന് ലൈവിലേക്ക് വാ. നമ്മൾ ഒരുമിച്ച് അടിപൊളിയായിട്ട് അവസാനത്തെ NMOS ലൈവിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളെല്ലാവരും വരുമെന്നുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾ വരും, അറിയാം. നിങ്ങളെല്ലാവരും വാടാ, നമുക്ക് ഒരുമിച്ച് അടിപൊളിയാക്കി മാറ്റണം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും വിളിച്ചു കൊണ്ടുവരിക. ഈ റൂളുകളൊക്കെ പാലിച്ച് മക്കൾ എക്സാം എഴുതടാ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, നമുക്ക് അടിപൊളിയാക്കി മാറ്റണം.